അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടുത്തെ പുതിയ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം എല്ലാം താളം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പഴയ കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൽക്കാലിക പ്രവർത്തനമാണ് ഇന്ന് പഴയ കെട്ടിടത്തിൽ ആരംഭിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും വിവിധ വകുപ്പ് തല അന്വേഷണവും തുടരുകയുമാണ്. അപകട സമയത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. UPS റൂമിലേക്കുള്ള പ്രവേശനം അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഭാഗികമായും മറ്റ് 6 നിലകളിൽ പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിച്ചു. എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ സ്ഥാപിച്ചിരുന്ന MRI മെഷീന്റെ UPS മുറിയിൽ നിന്നാണ് പുക ഉയർന്നത്. 2026 ഒക്ടോബർ മാസം വരെ വാറണ്ടി ഉള്ളതാണ് MRI മെഷീനും UPSും. ഫിലിപ്സ് നിയോഗിച്ച ഏജൻസി തന്നെയാണ് UPSന്റെയും മെയിൻ്റനൻസ് നടത്തുന്നത്. 6 മാസത്തിലൊരിക്കൽ ഇവ പരിശോധിച്ച് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തി അവർ ഫിലിപ്സിന് റിപ്പോർട്ട് നൽകും. മെഡിക്കൽ കോളേജിനും കോപ്പി നൽകും. ആ റിപ്പോർട്ട് കൃത്യമായി മെഡിക്കൽ കോളേജിലെ ബയോമെഡിക്കൽ എഞ്ചിനീയർ സൂക്ഷിക്കുന്നുണ്ട്. എമർജൻസി വിഭാഗത്തിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ ആരോഗ്യ വിദഗ്ധരുടെ സംഘം ഇന്നു മുതൽ സമഗ്ര അന്വേഷണം ആരംഭിക്കും. മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റിയിൽ ഇന്നു മുതൽ താൽക്കാലിക അടിയന്തര ചികിത്സ നൽകും. അപകടം നടന്ന സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 3 ദിവസത്തിനുള്ളിൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. 24 കോഴിക്കോട്.